ഓ, എന്നെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയാതെ പറയാൻ വാക്കുകൾ കിട്ടാതെ മാഡം ബുദ്ധിമുട്ടുവാണോ? ഹലോ സാൻഡ്ര മാഡം. You dirty devil! ഓ, ആ കിട്ടിയല്ലോ ചൂടുള്ള അഭിനന്ദനം. തൽക്കാലം ഇത് പോരെ ത്രിവിക്രമ. എന്തിനാ മാഡം എന്നെ തല്ലിയത്? ഓഫീസിൽ കള്ളം കയറിയപ്പോ ഞാൻ പിടിച്ചു, അല്ലാതെ കുത്തി തുറക്കാൻ സഹായിച്ചൊന്നുമില്ലല്ലോ. ഇവിടെ കള്ളനെ പിടിക്കുമ്പോ തല്ലാറാണോ പതിവ്? ഡോ, താൻ മര്യാദയ്ക്ക് എന്റെ കൺവെട്ടത്തിൽ നിന്ന് പൊയ്ക്കോ. അതായിരിക്കും തനിക്ക് നല്ലത്. ഇനി ഇവിടെ നിന്ന് വലിയ ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ, അടുത്തതും താനിപ്പോ മേടിക്കും. ഇതൊക്കെ നടക്കുമ്പോ താൻ ഏത് സ്വപ്നലോകത്തായിരുന്നോ? മാഡം, ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാ ഇതൊക്കെ സംഭവിച്ചത്. ത്രിവിക്രമചേട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. നോക്കിക്കോളാന്ന് പറഞ്ഞത്രേ. അതും ഇയാള്. ഒന്ന് കടന്നു പോടോ എന്റെ മുമ്പിൽ നിന്ന്. പോട്ടെ സാന്ദ്ര മാഡം, കാഴ്ചയില്ലാത്ത ആളായതുകൊണ്ടല്ലേ. വന്നത് ആരാണെന്നോ കൂട്ടിയിട്ടത് ആരെയാണെന്നോ അയാൾക്ക് അറിയാത്തതുകൊണ്ടല്ലേ. ഇതിനെല്ലാം എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ മണ്ടനെ ഇവിടെ നിർത്തിയിട്ട് പോവാൻ. ഡോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നാ മാത്രം മതിയെന്ന്. എന്നിട്ട് താൻ വലിയ ഡിറ്റക്റ്റീവ് കളിച്ചിരിക്കുന്നു. ഈ ഒരു ഒറ്റ കാര്യം മതി തന്റെ ജോലി ഇവിടുന്ന് പോവാൻ. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് മാഡം പറയൂ. തന്നോട് എന്റെ കൺമുന്നിൽ നിന്ന് പോകാനല്ലേ പറഞ്ഞത്? ഹേയ്, ലീവ് ഇറ്റ് സാന്ദ്ര മാഡം. ത്രിവിക്രം ഇപ്പൊ പോ. ബാക്കി എന്താ ഏതാന്നൊക്കെ നമുക്ക് നാളെ സംസാരിക്കും. ഇക്കാലത്ത് നല്ലത് ചെയ്താലും ഇതാണ് പ്രതിഫലം. കള്ളനെ കഷ്ടപ്പെട്ട് പിടിച്ചത് ഞാൻ അടിയും എനിക്ക്. എന്താ സാന്ദ്ര മാഡം ഇത്? അയാളോട് ചുമ്മാ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? പിന്നെ അയാൾ ചെയ്ത് രാജാറാം സാറും കണ്ടതല്ലേ? കണ്ടു. പക്ഷെ അതിനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി അത് മാഡം ചിന്തിച്ചോ? ശ്രീലക്ഷ്മി മാഡം എവിടേക്ക് പോയി എന്ന ചോദ്യത്തിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്നത് ഈ ഓഫീസിലെ സ്റ്റോക്ക് റൂമിൽ. ഈ രാത്രി ആരോടും പറയാതെ രഹസ്യമായിട്ട് ശ്രീലക്ഷ്മി മാഡം എന്തിന് ഓഫീസിൽ വന്നു? എന്തിന് സ്റ്റോക്ക് റൂമിൽ കയറി? നമ്മുടെ പഴയ ഓഫീസിലെ സ്റ്റോക്ക് റൂമിലും പല പ്രാവശ്യം ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ കണ്ടിട്ടുണ്ട്. മാഡത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ശ്രീലക്ഷ്മി മാഡം അവിടെ ബോധരഹിതയായി കാണപ്പെടുകയും ചെയ്തു. രാജാറാം സാർ എന്തായി പറഞ്ഞു വരുന്നത്? രവി സാറിന്റെ വീട്ടിൽ ഒരു റൂം, ഓഫീസിൽ ഒരു സ്റ്റോക്ക് റൂം. ഇതെല്ലാം ശ്രീലക്ഷ്മി മാഡത്തിന്റെ അഷ്ടമി പ്രഭാവത്തിന്റെ കുഴപ്പമാണെന്നാണോ? എങ്കിലേ ഇന്ന് അഷ്ടമി അല്ല രാജാറാം സാർ. ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അഷ്ടമി എന്നൊരു തലക്കെട്ടും കൊടുത്താ പിന്നെ എല്ലാം ഓൾഡ് സ്റ്റോറി ആണല്ലോ. ചെയ്തതൊന്നും ഓർമ്മയില്ല. ഇതൊക്കെ രാജാറാം സാറും വിശ്വസിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മര്യാദയ്ക്ക് ഞാൻ അന്നേ പറഞ്ഞത് ഒരു ഡോക്ടറെ കാണിക്കാൻ. സാന്ദ്ര മാഡം, ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. തെറ്റോ? എന്ത് തെറ്റ്? പണ്ട് ശ്രീലക്ഷ്മി മാഡത്തിൽ നിന്ന് സാന്ദ്ര മാഡത്തിന് ഒരു അനുഭവം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞിട്ടും മാഡം വിശ്വസിച്ചില്ല. മാഡം അന്ന് എന്നോട് പറഞ്ഞത് ശ്രീലക്ഷ്മി മാഡം വേറൊരാളെ പോലെ പെരുമാറിയെന്നാണ്. ഇന്നിപ്പോ എനിക്കും പല സംശയങ്ങളും ഉണ്ട്, അതേപോലെ രവിക്കും. ആ സംശയങ്ങൾ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്ന് നടക്കുന്ന ഈ ഇൻസിഡന്റ്. സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
കയറോ. ഇപ്പൊ ഇറങ്ങാം. ഓക്കെ. വരാൻ നോക്ക്. രാജാറും സാൻഡ്രയും പുറത്ത് വെയിറ്റ് ചെയ്യുക. അതോ ഇനി ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണോ തീരുമാനം? എന്തായാലും തീരുമാനം പെട്ടെന്ന് വേണം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഐ എം എക്സ്ട്രീംലി സോറി സർ. ഇനി ഞാനിത് ആവർത്തിക്കില്ല. സത്യം വിശ്വസിക്കണം സർ, പ്ലീസ്. തനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളിടോ. രാത്രിയൊക്കെ ഒറ്റക്കിറങ്ങി നടന്ന് വല്ലതും പറ്റിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തുമാത്രം ടെൻഷനാവും. ഇന്ന് രാത്രി മുഴുവൻ താൻ ആ ഡാർക്ക് റൂമിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു. ആ സമയത്ത് ഞാൻ വേറൊന്നും ഓർത്തില്ല സർ. സാറിനോട് അനുവാദം ചോദിക്കാതെ ഞാനിനി ഒന്നും ചെയ്യില്ല. അങ്ങനെ എല്ലാത്തിനും അനുവാദം ചോദിക്കണമെന്നൊന്നുമില്ല. ഭാര്യക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഭർത്താവല്ല. സോറി സർ, എന്നോട് ക്ഷമിക്കണം. സാരമില്ല സുലക്ഷ്മി. ഞാനും ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. മാത്രമല്ല, ഈ ലോകത്ത് തന്നെ സ്നേഹിക്കാനും തന്നോട് ക്ഷമിക്കാനും ഞാനല്ലേ ഉള്ളൂ. സോറി സർ, എന്നോട് ക്ഷമിക്കണം. സാരമില്ല സുലക്ഷ്മി. ഞാനും ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. മാത്രമല്ല, ഈ ലോകത്ത് തന്നെ സ്നേഹിക്കാനും തന്നോട് ക്ഷമിക്കാനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ ദേഷ്യപ്പെട്ടത് തന്നോടുള്ള ഇഷ്ടം കൂടുതലുണ്ടോ? ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചിട്ടും പണ്ടത്തെ ഇഷ്ടം ഇപ്പോഴും സാറിന് എന്നോടുണ്ടോ? എന്തോന്ന് പണ്ടത്തത് ഇപ്പോഴത്തത്. അന്നും ഇന്നും എന്നും എനിക്ക് തന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗ്. അന്നും ഇന്നും. പക്ഷേ അന്നത്തേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർ. സാർ എനിക്ക് തരുന്ന സ്നേഹവും ചേർന്ന് നിൽക്കുമ്പോഴുള്ള കരുതലും ഈ ലോകത്ത് എനിക്ക് വേറെ എവിടെ കിട്ടാനാ? ഞാൻ സാറിനോടൊരു കാര്യം പറയട്ടെ. ഈ ഓഫീസ്